സമാന്തര ശ്രേണിയിലെ ഒരു ചോദ്യമാണിത്. സമാന്തര ശ്രേണി എന്ന പാഠത്തിലുള്ള ഒരു ചോദ്യമാണ്. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുക കണ്ടുപിടിക്കുന്നതിന്, അതായത് അതിലുള്ള പദങ്ങൾ എല്ലാം തന്നെ കൂട്ടിയാൽ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷനുണ്ട്. അത് ഇതാണ്: തുക സമം പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം. മധ്യപദം എന്ന് പറഞ്ഞാൽ ശ്രേണി എഴുതി കഴിഞ്ഞാൽ നടുക്ക് ഏതാണോ വരുന്നത് ആ പദം. ഇവിടെ പദങ്ങളുടെ എണ്ണം യഥാർത്ഥത്തിൽ എത്രയാണ്? 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 25 പദങ്ങളാണല്ലോ ഉള്ളത്, അല്ലേ? 25 എണ്ണൽ സംഖ്യകളാണുള്ളത്. അതുകൊണ്ട് പദങ്ങളുടെ എണ്ണം 25 എന്ന് എഴുതി. ഇൻറ്റു മധ്യപദം എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളൊരു വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ സംഖ്യകളുടെ ആകെ എണ്ണം എത്രയുണ്ടോ അത് ഒറ്റ സംഖ്യയാണെങ്കിൽ പദങ്ങളുടെ എണ്ണമാണ്. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക. ഇവിടെ പദങ്ങളുടെ എണ്ണം 25 എണ്ണൽ സംഖ്യകൾ 25 എണ്ണമാണ് വരുന്നത്. ആ 25ൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി 26 കിട്ടി. ആ 26ൻ്റെ പകുതി 13. ആ 13 നമുക്കിവിടെ എഴുതാം. അതായിരിക്കും മധ്യത്തിൽ വരുന്നത്. അപ്പോൾ മധ്യപദം കണ്ടുപിടിക്കാനുള്ള വഴി പദങ്ങളുടെ എണ്ണം എത്രയാണോ, പദങ്ങളുടെ എണ്ണമാണ്. എണ്ണം എത്രയാണോ അത് ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടി പകുതി കാണും. അതിൻ്റെ കൂടെ 1 കൂട്ടി പകുതി കാണും. അതാണ് എണ്ണം മധ്യപദം കണ്ടുപിടിക്കുന്നതിനുള്ള വഴി. അപ്പോൾ 25ഉം 13 ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണെന്ന് നോക്കാം. 25 ഇൻറ്റു 13, 3 5 15, 1 ബാക്കി, 3 2 6 1 7, 1 5 5, 1 2 2, കൂട്ടിക്കഴിഞ്ഞാൽ 5, 7 5 12, 1 ബാക്കി 1 2 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 325 എന്നാണ്. ഇതാണ് 1 മുതൽ 25 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും കൂട്ടിയാലുള്ള ഉത്തരം. ഓക്കെ.